ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഇപ്പോഴും ചോദ്യമുനയിലാണ് മണിക്കൂറുകളായി. അതെ, മോഡൽ സൗമ്യയും ഹാജരായിട്ടുണ്ട്. ലഹരി വിമുക്തി കേന്ദ്രത്തിൽ ചികിത്സയിലായതിനാൽ വേഗം വിടണമെന്ന് ഷൈൻ ടോം ചാക്കോ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നടന്മാർ ഹാജരായത് പറഞ്ഞ സമയത്തിലും നേരത്തെയാണെങ്കിലും ചോദ്യം ചെയ്യൽ മണിക്കൂറുകളായി തുടരുകയാണ്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ട്. രഘു, ഡി അഡിക്ഷൻ സെന്ററിലാണ്, 1 മണിക്കൂർ കഴിഞ്ഞാൽ വിടണം, അതുകൊണ്ടാണ് നേരത്തെ എത്തിയതെന്നൊക്കെ തോന്നുന്നു. പക്ഷേ അങ്ങനെ വിടാനൊന്നും അല്ലല്ലോ, ചോദ്യം ചെയ്യാനുള്ളവർ ഇരിക്കുന്നവർക്ക് അവരുടെ കൃത്യമായ വിവരങ്ങൾ, അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടണം. ഇപ്പോഴാണ് ഈ സമയം ഇത്രയുമായി മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിടുന്നുണ്ടോ? അവസാനിക്കാറായോ? 3 പേരെയും വ്യത്യസ്തമായിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം സമയമെടുക്കുന്നത്. ഏകദേശം 9:30 ആരംഭിച്ച ചോദ്യം ചെയ്യൽ 4:30 ആയിട്ടും അവസാനിച്ചിട്ടില്ല. ഏറ്റവും കുറഞ്ഞത് 5 മണിയെങ്കിലും ആകും എന്നുള്ളതാണ് രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. ആലപ്പുഴയിൽ നിന്ന് പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നിലവിൽ 3 പ്രതികളാണുള്ളത്. ഒന്നാം പ്രതി തസ്ലിമ, 2ാം പ്രതി സുൽത്താൻ, 3ാം പ്രതി ഫിറോസ്. തസ്ലിമയുമായി നിരന്തരം ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒപ്പം തന്നെ മോഡൽ സൗമ്യയും വാട്സാപ്പിലൊക്കെ സന്ദേശം അയച്ചിട്ടുണ്ട് എന്ന് മാത്രവുമല്ല വാട്സാപ്പ് കോളുകളുണ്ട്. ഇവർ തമ്മിൽ ബാങ്ക് ഇടപാടുകളുമുണ്ട്. ഇതിൻ്റെയൊക്കെ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രവുമല്ല ഈ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ഈ നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ടാണ് എക്സൈസിന് സംശയം ഏതെങ്കിലും രീതിയിൽ നിരോധിത ലഹരി വസ്തുക്കൾ വാങ്ങിക്കാൻ വേണ്ടിയാണോ ഇവർ തസ്ലീമയായി ഫോണിൽ ബന്ധപ്പെട്ടതെന്നും സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുള്ളതും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് 3 പേരെയും ചോദ്യം ചെയ്ത് നാളെയും 2 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ദിവീഷ് പറഞ്ഞതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ രാവിലെ 8 മണിക്ക് മുൻപായി 7:45 തന്നെ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം എക്സൈസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ബാംഗ്ലൂരിൽ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലാണ്, അവിടെ നിന്നാണ് വന്നത് എന്നുള്ളതാണ് ഷൈൻ ടോം ചാക്കോ എക്സൈസിനോട് അറിയിച്ചത്. പക്ഷേ എക്സൈസിന് അവരുടെ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ 3 പേരെയും പുറത്തു വിടുകയുള്ളൂ എന്ന് രാവിലെ തന്നെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്.